എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് LBS വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഭാഗത്ത് ഈ ഒരു നോ അലോട്ട്മെൻറ്റ് എന്നോ അല്ലെങ്കിൽ അലോട്ടഡ് എന്ന് പറഞ്ഞുകൊണ്ടോ കാണാൻ സാധിക്കും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ളൊരു ഓപ്ഷനും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാനായിട്ട് സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, അലോട്ട്മെൻറ്റ് ലഭിച്ചു, അതായത് ഇന്നലെ നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് അവിടെ, അതായത് വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ഭാഗത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഇവിടെ അലോട്ടഡ് സ്റ്റാറ്റസിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അലോട്ടഡ് എന്നും വ്യൂ അലോട്ട്മെൻറ്റ് എന്നുള്ള ലിങ്കും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിലേക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത്, എത്രാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അവിടെ തന്നെ ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ടാവും. മേക്ക് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ UPI അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉപയോഗിച്ചുകൊണ്ടോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. രണ്ട് രീതിയിലാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഒന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അല്ലെങ്കിൽ ചലാൻ ഉപയോഗിച്ച്. അപ്പോൾ ഈ ഒരു ഓൺലൈൻ മോഡ് സെലക്ട് ചെയ്യുമ്പോഴാണ് ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ചലാനോ അല്ലെങ്കിൽ UPI നെറ്റ് ബാങ്കിങ്ങോ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഉപയോഗിച്ചുകൊണ്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉള്ളത്. നിങ്ങൾ ഈ ഒരു ബാങ്ക് വഴിയാണ്, അതായത് ചലാൻ ഉപയോഗിച്ചുകൊണ്ടാണ് അടക്കുന്നതെങ്കിൽ ചലാൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചലാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതും അത് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഫെഡറൽ ബാങ്ക് ശാഖയിൽ പോയിക്കൊണ്ട് ഓഗസ്റ്റ് 22-ാം തീയതിക്ക് മുമ്പായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതുമാണ്. ബാങ്ക് വഴി ഫീ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ഏകദേശം 24 hours എടുക്കും വെബ്സൈറ്റിൽ അത് എഫക്റ്റ് ചെയ്യുന്നതിനായിട്ട്. അതുപോലെ തന്നെ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് അക്ഷയ വഴിയും ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാം. അക്ഷയയിൽ അവരുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെങ്കിൽ അവർ ആ ഒരു അക്കൗണ്ട് വഴി നിങ്ങൾക്ക് പൈസ അടച്ചു തരുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ UPI അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് പെട്ടെന്ന് തന്നെ ഈ ഒരു വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. ഇനി എങ്ങനെയാണ് വിദ്യാർത്ഥികൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളത് നോക്കാം. അതിനായിട്ട് വിദ്യാർത്ഥികൾ സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അലോട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പബ്ലിഷ്ഡ് അലോട്ട്മെൻറ്റ് ഓപ്ഷൻ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഫീ റെസിപ്റ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അതിൽ ഫീ റെസിപ്റ്റ്സ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾക്ക് അവിടെ ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആ ഒരു പേജിൽ വന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് ഓപ്ഷനുകൾ പരിഗണിക്കും. അതിനായിട്ടുള്ള ഏതൊക്കെ ഓപ്ഷനുകളാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ ഓപ്ഷൻസായിട്ട് പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളത് അറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റുള്ള ഓപ്ഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ട്യൂഷൻ ഫീ പേയ്മെൻറ്റ് നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് വന്നിട്ടുണ്ടാകും. ഇവിടെ അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കൊണ്ടാണ് അവിടെ പ്രത്യേകിച്ചൊന്നും കാണിക്കാത്തത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട. അതുപോലെ ഇന്നലെ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ഓൾറെഡി ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ വീണ്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അവിടെ റീ അറേഞ്ച് ഓപ്ഷൻസ് എന്നുള്ള ലിങ്ക് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് ഉള്ള ആ ഒരു പേജിലേക്ക് പ്രവേശിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസൊക്കെ കാണാൻ സാധിക്കും. അതായത് ഏതൊക്കെ ഓപ്ഷനുകളാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കപ്പെടുക എന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു പേജിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ഫോർ സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തത് പ്രകാരം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്തത് കൊണ്ടാണ് ആ ഒരു മുഴുവൻ ഓപ്ഷൻസ് ഈ ഒരു ലിസ്റ്റിൽ കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങളൊരു 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് എന്ന്, അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 10 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെന്ന് കരുതുക. അതിൽ നിങ്ങൾക്കൊരു 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കരുതുക. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റായിട്ട് കിട്ടിയിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ 5ാമത്തെ ഓപ്ഷൻ്റെ മുകളിലുള്ള ബാക്കി 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളെയാണ് നിങ്ങളുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ ലിസ്റ്റിൽ കാണിക്കുക. ഈ ഒരു ഓപ്ഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിമൂവ് ചെയ്യാനും അതുപോലെ റീ അറേഞ്ച് ചെയ്യാനുമുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോളേജും കോഴ്സുമാണ്
നിന്നാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ അവിടെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതിനുശേഷം നിങ്ങൾക്ക് ഈ ഒരു ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ നിങ്ങൾക്കത് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിലവിൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനുള്ള കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് ഹയർ ഓപ്ഷൻ നിലനിർത്തിയത് കൊണ്ട്, ഹയർ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷനുകളെയാണ്. അപ്പോൾ ആ ഒരു ഓപ്ഷനിലേക്ക് ഏതെങ്കിലും ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടി, അടുത്ത അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് സെക്കൻഡ് ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെങ്കിൽ ആദ്യം ലഭിച്ച ഓപ്ഷനും പിന്നീട് ഇപ്പോൾ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ലഭിച്ച ആ ഒരു ഓപ്ഷൻ്റെ താഴെയുള്ള മറ്റു ഓപ്ഷനുകളും ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏത് കോളേജിലാണോ അലോട്ട്മെൻറ്റ് കിട്ടിയത് ആ ഒരു കോളേജിലേക്ക് നിങ്ങൾ ആദ്യം അടച്ച ഫീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഹയർ ഓപ്ഷൻസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ ആ ഒരു സീറ്റ് തന്നെ തുടരുന്നതും പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റിൽ ആ ഒരു ഹയർ ഓപ്ഷനുകളെ പരിഗണിക്കപ്പെടുകയും തേർഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും നിങ്ങൾക്ക് പുതുതായിട്ട് മാറ്റമൊന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി സെക്കൻഡിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ മറ്റൊരു കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിലവിൽ ലഭിക്കുന്ന സീറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി എങ്ങനെയാണ് നിങ്ങളുടെ ഓപ്ഷൻ റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിമൂവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതായത് ജസ്റ്റ് എനിക്കിപ്പോൾ ഇവിടെ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്യേണ്ടതില്ല, അതുകൊണ്ടാണ് ഞാനൊന്നും റിമൂവ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് പുതുതായിട്ട് ഒരു കോളേജും ആഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതല്ല. എന്നാൽ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ്, തൃക്കരിപ്പൂർ PO കാസർഗോഡ് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കോളേജിൽ BA SLP കോഴ്സ് സെൽഫ് ഫിനാൻസ് കോളേജാണ്. അവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓപ്ഷനായിട്ട് വേണമെങ്കിൽ അതിനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ജസ്റ്റ് ആ ഒരു ഓപ്ഷനെയും ഞാൻ റിമൂവ് ഒന്നും ചെയ്യുന്നില്ല, കാരണം ഈ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ എവിടെയും അലോട്ട്മെൻറ്റ് കിട്ടാത്തത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഞാൻ ഈ ഒരു ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു ഓപ്ഷൻ എനിക്കിപ്പോൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അതായത് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ നെക്സ്റ്റ് ഓപ്ഷനായിട്ട് ആഡ് ചെയ്യപ്പെടുന്നതായിരിക്കും. ഇപ്പോൾ ഞാനിപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് ആ ഒരു ഓപ്ഷനെ നെക്സ്റ്റ് ഓപ്ഷൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്ഷൻസിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ, അതായത് ഓപ്ഷൻ്റെ നമ്പർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടെ തന്നെ ചെയ്യേണ്ടതാണ്. കാരണം നിങ്ങൾ നൽകിയുള്ള ഓപ്ഷൻസ് അറിയാതെ ഡിലീറ്റ് ഒന്നും ആയിപ്പോവരുത്. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ പുതുതായിട്ട് ആ ഒരു ഓപ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് 75 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ 76ാമത്തെ ഓപ്ഷൻസായിട്ട് ഈ ഒരു ഓപ്ഷൻ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ആ ഒരു ഓപ്ഷൻ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻസ് ആഡ് ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിൻ്റെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യുകയോ ഒക്കെ ചെയ്ത ശേഷം സേവ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻസ് അതായത് ഇതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള ഏതെങ്കിലും ഓപ്ഷൻ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞതുപോലെ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 4 ഓപ്ഷൻസാണ് ഇതിൽ കാണാൻ സാധിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാ ഓപ്ഷൻസിലും ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അതായത് അറിയാതെ ആ ഒരു ഓപ്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ആ ഒരു കാര്യം ശ്രദ്ധിക്കാതെ അറിയാതെ ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് പിന്നീട് അതൊരു പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊരു ഓപ്ഷൻസും നിങ്ങൾ നൽകിയതിൽ ഏതും റിമൂവ് ചെയ്യപ്പെട്ടിട്ടില്ല, അതുപോലെ അറിയാതെ റിമൂവ് ചെയ്തിട്ടില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ജസ്റ്റ് ഇവിടെ അത് സേവ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് അത് കാണിച്ചു തരിക എന്നുള്ള, എങ്ങനെയാണ് ആ ഒരു ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് കാണിച്ചു തരിക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ സേവ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷൻസ് നിങ്ങൾ റീ അറേഞ്ച് ചെയ്യുകയോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യുകയോ സേവ് ചെയ്യുകയോ ഒക്കെ സേവ് ചെയ്യുകയല്ല, ഏതെങ്കിലും ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് അറിയാതെ ഒന്നും റിമൂവ് ചെയ്ത് പോയിട്ടില്ലല്ലോ എന്നുള്ളത് പ്രത്യേകം ഈ ഒരു രീതിയിൽ ഓപ്ഷൻ നമ്പർ 1
ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്ത് തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ BA SLP കോഴ്സിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള കോളേജിൽ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എത്ര രൂപയാണ് ടോക്കൺ ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടത്, ആ ഒരു പൈസ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് വഴി ചലാൻ ഉപയോഗിച്ചുകൊണ്ടോ ഈ ഒരു ഫീ പേയ്മെൻറ്റ് അടക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്യുന്നില്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ്. ഏതെങ്കിലും ഓപ്ഷൻ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ അത് ഒരിക്കലും നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു 22-ാം തീയതിക്കുള്ളിൽ ഫീ പേയ്മെൻറ്റ് അതായത് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കാതിരിക്കുകയും നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും ആയിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.